രാഷ്ട്രീയത്തിൽ ഈ രാജ്യം മുഴുവൻ BJP-ക്കാർ പറഞ്ഞു നടക്കുന്ന ഒരു വാക്കുണ്ട്, ഗുജറാത്ത് മാതൃക എന്നുള്ളത്. നരേന്ദ്രമോദി മുഖ്യമന്ത്രിയായത് മുതൽ വളർച്ചയുടെ കൊടുമുടിയിലാണ് ഗുജറാത്ത് എന്നും ഇപ്പോൾ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും എല്ലാം തന്നെ ഗുജറാത്തുകാരായതുകൊണ്ട് ആ സംസ്ഥാനം ഒരു സ്വർഗമാണെന്നും കരുതി നടക്കുന്നവർ പറയുന്നതാണ് ഈ ഗുജറാത്ത് മാതൃക എന്നുള്ളത്. ട്രംപ് വരുമ്പോൾ പല തുണിയും കെട്ടി പൊതിഞ്ഞു വച്ചത് നമ്മൾ കണ്ടതാണ്, അത് വേറെ കാര്യം. ഇതിപ്പോൾ പറയാൻ കാരണം ഈ ഗുജറാത്ത് മാതൃകയിൽ ഒരു കാര്യം കൂടിയുണ്ട്. ഗുജറാത്തിൽ സമ്പൂർണ്ണ മദ്യനിരോധനമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. മദ്യം വിൽക്കാനോ കുടിക്കാനോ അവിടെ പാടില്ല, കനത്ത ശിക്ഷ കിട്ടും. എന്നാൽ ഗുജറാത്ത് പോലീസിന്റെ തന്നെ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. മദ്യനിരോധനം നിലവിലുള്ള ഗുജറാത്തിൽ കഴിഞ്ഞ വർഷം ഓരോ 4 സെക്കൻഡിലും ഒരു കുപ്പി ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം പിടിച്ചെടുത്തിരിക്കുന്നു എന്നാണ് പോലീസ് രേഖകൾ പുറത്തു വന്നത്. പിടിച്ചെടുക്കാത്തത് വേറെയുമുണ്ട്, ഒളിപ്പിച്ചു വെച്ചതും വേറെയും ഉണ്ടാകാം. സംസ്ഥാനത്ത് പിടിച്ചെടുത്ത 144 കോടി രൂപ വിലമതിക്കുന്ന 82 ലക്ഷം മദ്യക്കുപ്പികളിൽ 4,38,047 കുപ്പികൾ അഹമ്മദാബാദ് നഗരം, അഹമ്മദാബാദ് റൂറൽ, വെസ്റ്റേൺ റെയിൽവേയുടെ അഹമ്മദാബാദ് അധികാര പരിധി എന്നിവിടങ്ങളിൽ നിന്നാണ് പിടിച്ചെടുത്തിരിക്കുന്നത്. കുറച്ചു ഭാഗത്ത് നിന്നാണ് ഇത്രയുമധികം കുപ്പികൾ പിടിച്ചെടുക്കുന്നത്. മറ്റു ഭാഗങ്ങളിൽ ഇനി റെയ്ഡ് നടത്താനൊക്കെ ബാക്കിയുണ്ട്. നരേന്ദ്രമോദി ഒക്കെ വലിയ ഉന്മേഷത്തോടെ കൊണ്ടുവന്ന നിയമം ഇപ്പോൾ കാറ്റിൽ പറത്തുന്നു എന്ന് മാത്രമല്ല, മദ്യം വളരെ സുലഭമാണ് ഗുജറാത്തിൽ എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അഹമ്മദാബാദ് നഗരത്തിൽ മാത്രം 3 ലക്ഷത്തിൽ പരം വിദേശ മദ്യക്കുപ്പികൾ ഉൾപ്പെട്ട 2139 കേസുകളും 1,60,000 ലിറ്റർ നാടൻ മദ്യം ഉൾപ്പെട്ട 7,796 കേസുകളും റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് പോലീസ്. പോലീസ് നടത്തിയ വ്യാപകമായ ഈ പരിശോധനയാണ് മദ്യം പിടികൂടാൻ കാരണം എന്നുള്ളത് പറയുമ്പോൾ പോലീസും BJP-ക്കെതിരായി മാറിയിട്ടുണ്ടോ ഗുജറാത്തിൽ എന്നുള്ളത് സംശയിക്കേണ്ടി വരും. എന്നാൽ ഇത് മഞ്ഞുമലയുടെ ഒരു അഗ്രം മാത്രമാണെന്നാണ് പോലീസ് തന്നെ പറയുന്നത്. അത്രയ്ക്കും ഇനി പിടികൂടാനുണ്ട് ഗുജറാത്തിൽ. ഒരുപക്ഷെ മദ്യം സുലഭമായി ലഭിക്കുന്ന ഇടങ്ങളിലേക്കാളും മദ്യം ഒഴുകുകയാണ് നരേന്ദ്രമോദിയുടെ ഗുജറാത്തിൽ എന്ന് പറയുമ്പോൾ ആ 4 സെക്കൻഡിൽ ഓരോ തവണയും നരേന്ദ്രമോദി നാണം കെടുകയാണ്. വഡോദരയിലെ ഗ്രാമീണ മേഖലയിലാണ് നടപടിക്കിപ്പോൾ പോലീസ് നേതൃത്വം നൽകിയിരിക്കുന്നത്. അവിടെ ട്രക്കുകളുടെയും ഗോഡൌണുകളുടെയും രഹസ്യ അറകളിൽ ഒളിപ്പിച്ച 9.8 കോടി രൂപയുടെ IMFL കുപ്പികൾ അധികൃതർ പിടിച്ചെടുത്ത് കഴിഞ്ഞു. പിടിച്ചെടുക്കാത്തത് എത്രയോ ഉണ്ട് എന്നുള്ളത് നമ്മൾ നേരത്തെ തന്നെ വ്യക്തമാക്കി. അതുപോലെ തന്നെ സൂറത്തിലും സമാനമായ ഓപ്പറേഷനിൽ 8.9 കോടി രൂപയുടെ മദ്യം കണ്ടെത്തിയിരിക്കുന്നു. വീട്ടുപകരണങ്ങൾ കൊണ്ടുപോകുന്നവർ എന്ന രീതിയിൽ മദ്യം കടത്താൻ ശ്രമിച്ച അന്തർ സംസ്ഥാന സംഘത്തിൽ നിന്നാണ് ഈ മദ്യം പിടികൂടിയത്. അങ്ങനെ പല തരങ്ങളിലും മദ്യം ഇങ്ങനെ കൊണ്ടുപോവുകയാണ്, പല വണ്ടികളിലായി, പല തരത്തിലായി. നവസാരിയിൽ നിന്ന് 6.23 ലക്ഷം വിദേശ മദ്യവും ഗോദ്രയിൽ നിന്ന് 8.8 കോടി രൂപയുടെ മദ്യവും പിടിച്ചെടുത്തിരിക്കുന്നു. അതുപോലെ ഭാവ്നഗറിൽ നിന്ന് 8.7 കോടി രൂപയുടെ വിദേശ മദ്യവും നാടൻ മദ്യവും വാട്ടർ ടാങ്കുകളിലും പച്ചക്കറികൾക്കിടയിലും ഒളിപ്പിച്ച നിലയിൽ നിന്നാണ് ഇങ്ങനെ പിടിച്ചെടുത്തിരിക്കുന്നത്. കള്ളക്കടത്തുകാർക്ക് അവരുടെ തന്ത്രങ്ങൾ എത്ര നൂതനമാണെങ്കിലും നിയമം ലംഘിക്കാൻ അനുവദിക്കില്ല എന്നുള്ളതാണ് പിന്നീടും ഈ പോലീസും എക്സൈസും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ റെയ്ഡ് നടക്കുന്നതെന്നാണ് സർക്കാർ പറയുന്നത്. നിരോധനമുള്ള ഒരു സംസ്ഥാനത്ത് സുലഭമായി മദ്യമൊഴുകുമ്പോൾ ബന്ധപ്പെട്ടവർ പറയുന്നതാണ് തമാശ. ഗാന്ധിജിയുടെ നാട്ടിൽ നിയമലംഘനത്തിന് ഇടമില്ല എന്ന സന്ദേശമാണ് തങ്ങൾ ഇതുകൂടി നൽകാൻ ഉദ്ദേശിക്കുന്നതെന്നാണ് എക്സൈസ് വകുപ്പ് പറയുന്നത്. മദ്യം നിർത്തലാക്കി എന്ന് വീമ്പിളക്കിയ ഗുജറാത്തിൽ ഓരോ 4 സെക്കൻഡിലും ഓരോ മദ്യക്കുപ്പി പിടിക്കുകയാണ്. ആ മദ്യം സുലഭമായി കിട്ടുന്ന ഗോവയിൽ പോലും ഇത്ര വേഗത കാണില്ല ഈ പിടിച്ചെടുക്കലിന്. ഏതായാലും ഇന്ത്യൻ ഭരണഘടന എന്നത് മതേതരത്വം എന്നെഴുതി വെച്ച ഈ രാജ്യത്ത് അതിന് വിലയില്ല എങ്കിൽ പിന്നെ മദ്യം നിരോധിച്ചയിടത്ത് മദ്യം കിട്ടുന്നതും വലിയ അത്ഭുതമില്ല. അത് ഗുജറാത്തിൽ തന്നെയാകുമ്പോൾ ഒരു സന്തോഷം.